ഈ സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റാണ് ശ്രീ ജോഷി കൈതോളപ്പിൽ. ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് മാനേജ്മെന്റിന്റെ ഒരു തീരുമാനം? ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലല്ലോ അല്ലേ? വിട്ടുവീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് നമ്മുടെ യൂണിഫോമിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അതിലല്ല. ഞങ്ങൾ കുട്ടിയെ പഠിപ്പിക്കാൻ ഇവിടുന്ന് ഞങ്ങൾ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. കുട്ടിയുടെ ടീസ് കൊടുത്തിട്ടില്ല. നിലവിൽ കുട്ടി വിട്ട സ്റ്റുഡന്റ് ആണ്. കുട്ടി സാധാരണ വരുന്ന പോലെ കഴിഞ്ഞ 4 മാസക്കാലം എങ്ങനെയാണ് വന്നത് അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ലെന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ വ്യക്തമാക്കിയതാണ്. യൂണിഫോം കൃത്യമായി പാലിക്കണം, അത്രേ ഉള്ളൂ. വന്ന ഈ സ്കൂളില് 30 വർഷമായിട്ട് പാലിച്ചു വരുന്ന യൂണിഫോം അത് പാലിച്ച് എല്ലാ കുട്ടികളും വരുന്ന പോലെ കുട്ടിയും വന്ന് പഠിക്കുന്നതിന് ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല. ശ്രീ ജോഷി, ഈ കുഞ്ഞിനെ ഈ പേരൻസ് ഇവിടെ സ്കൂളിലാക്കിയിട്ട് എത്ര വർഷമായി? അതായത് റീസെന്റ് ജോയിൻ ചെയ്തതാണോ അവിടെ? റീസെന്റ്, അതായത് 2025-26 വർഷം അധ്യയന വർഷമാണ് ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ കുട്ടി ഞാൻ മനസ്സിലാക്കുന്നത് 1-2 സ്കൂളുകൾ മാറി ഇവിടെ വന്നതാണ്. അതിന്റെ കാരണം എന്താ? പക്ഷെ ഇപ്പൊ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ശരിയല്ല. അത് മാധ്യമം എന്ന നിലയിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പൊതുജനങ്ങളോട് സമൂഹത്തോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. റൈറ്റ്. ഇത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് നേരെ കൃത്യമായ അജണ്ട വെച്ച് നടക്കുന്ന ഒരു സംഘടിത പ്രവർത്തനമായി തന്നെയാണോ ഇതിനെ വിലയിരുത്തുന്നത് സ്കൂള്? ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ എല്ലാവരെയും പ്രതിനിധീകരിച്ചിരിക്കുന്നത്. പക്ഷെ വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആരാണ് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഘടിത നീക്കം നടത്തുന്നത്? ഇവിടെ പ്രത്യക്ഷത്തിൽ വന്നത് STPയുടെ പ്രതിനിധികളാണ്. അപ്പൊ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നിരോധന സംഘടനകൾ എവിടെ ഇതിനവർ പിന്നിലുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ബഹളം വെച്ചവർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന സംഘടനയിലുള്ളവരാണോ? അവര് വ്യക്തമാക്കിയതാണ്, ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല. ഐഡന്റിറ്റി ചോദിച്ചപ്പോ അവർ പറഞ്ഞതാണ്. ഞാൻ STPയുടെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണെന്ന് അവര് പറഞ്ഞതാണ്. ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. അവർ തന്നെ ആ ബഹളം വയ്ക്കുന്ന സമയത്ത് അവർ പറഞ്ഞു? അല്ല, അവര് ചോദിച്ചു. തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ ബഹളം ഉണ്ടാക്കും താങ്കൾ ആരാണ് PTA പ്രസിഡന്റ് നിലയിൽ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ STPയുടെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പോലീസിനെ സമീപിച്ചിരുന്നില്ലേ അപ്പോൾ തന്നെ? തീർച്ചയായിട്ടും അപ്പോൾ തന്നെയല്ല, ഇതെല്ലാം കഴിഞ്ഞു പോലീസിന് ഞങ്ങൾ ഫോണിലൂടെ ഇൻഫർമേഷൻ കൊടുത്തു, ആവശ്യപ്പെട്ടു. പോലീസ് വന്നതിന് ശേഷമാണ് ഈ ആളുകളെയൊക്കെ പിടിച്ച് പുറത്താക്കിയത്. ശരി. അതിനുശേഷം ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് റെസിപ്റ്റ് ഞങ്ങൾ കൈപ്പറ്റിയതാണ്. ഓക്കെ. ഈ 10:30 വെച്ചിരിക്കുന്ന ചർച്ച അതിലെന്തൊക്കെയാണ് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഒരു PTA ഭാരവാഹി എന്ന നിലയിൽ? തീർച്ചയായിട്ടും 10:30 ചർച്ച ചെയ്യണം നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ചർച്ചയില്ല? എന്റെ അറിവിൽ ഇതുവരെ ഒരു ചർച്ച ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധിയോട് ഈ പേരന്റ് തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് 10:30. സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരായിരിക്കില്ല വിളിപ്പിച്ചിട്ടില്ല, വേറെ ഏതെങ്കിലും സംഘടനയായിരിക്കും സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു നിമിഷം ശ്രീ ജോഷി, ആജ്ഞ എന്താണ് ഈ പേരന്റ് നമ്മളോട് പറഞ്ഞത്? ഞാൻ അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശപ്രകാരം സ്കൂൾ മാനേജ്മെന്റും ആജ്ഞയുടെ ശ്രീ ജോഷി ഒരു നിമിഷം, ആജ്ഞയുടെ ടെലിഫോൺ ലൈൻ എന്തോ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ഒരു വ്യക്തത ഞാൻ തരാം. എനിക്ക് തോന്നുന്നു മനസ്സിലാകുന്നത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. എന്നാലും ആജ്ഞയിൽ നിന്ന് ഒരിക്കൽ കൂടി ആ വിവരം ഞാൻ തേടാം. ആജ്ഞ റെഡിയാണ്. ആജ്ഞ പറയൂ, കേട്ടില്ലായിരുന്നു ആദ്യം. ഡെപ്യൂട്ടി ഡയറക്ടറാണ് പറഞ്ഞത് ഇവരുമായി ബന്ധപ്പെട്ട്, അതായത് പാരന്റ്സിനോടും ടീച്ചേഴ്സുള്ള സ്കൂൾ അധികൃതരോടും ഒരു മീറ്റിംഗ് ഇരുന്ന ശേഷം കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചറുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം, കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് അന്തിമ തീരുമാനമെടുക്കണമെന്ന്. അതൊരു 10:30 അദ്ദേഹത്തോട് ഇവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അത്. ഈ സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ പാരന്റ്സും തമ്മിൽ ഒരു മീറ്റിംഗ് കഴിയട്ടെ, അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ ഇതിൽ AEയുടെ റിപ്പോർട്ടും കൂടി പരിശോധിച്ച ശേഷമേ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ്. എന്നിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ അതായത് ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഈ DD അന്തിമ റിപ്പോർട്ട് ഈ വിഷയത്തിൽ സമർപ്പിക്കുക എന്നാണ് അറിഞ്ഞത്. പ്രത്യേകിച്ചും ഇതില് ഈ ഒരു ചെറിയ കുട്ടിയുടെ ചില കാര്യങ്ങൾ, അതായത് പെൺകുട്ടിയെ
ഈ ഗ്രൂപ്പ് സ്റ്റുഡൻസിന് മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരി, ആ കാര്യങ്ങൾ പരിശോധിക്കും. ഓക്കെ, ശ്രീ ജോഷി കേട്ടോളപ്പിൽ കേട്ടല്ലോ, ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശമാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റും അതിൽ ഉൾപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അത്ര ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണോ അതോ അങ്ങനെ ഇല്ല എന്നാണോ? അല്ല, അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ ഒരു കാര്യം ഇതിനകത്ത് വ്യക്തത വരുത്താനുള്ളത്, നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞത് ഇവിടെ ആക്ഷേപങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ആ കുട്ടിയെ ഹറാസ് ചെയ്യുന്നുള്ള രീതിയിൽ അത് ഒരിക്കലും ഇവിടെ നടക്കാത്ത സംഭവമാണ്. PTA ഒരിക്കലും അത് അനുവദിക്കില്ല. പക്ഷെ ഇത് നടക്കാത്ത കാര്യങ്ങൾ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അല്ല, ഞങ്ങൾ വാർത്ത കൊടുത്തത് അവിടെ സംഭവിച്ചു എന്നുള്ളതല്ല, അവർ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്ന അത്തരത്തിലാണ്. ആ പരാതിയെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ പറഞ്ഞോളൂ. കാരണം എന്താ വെച്ചാൽ നടന്ന പോലെ നമുക്ക് അത് കൃത്യമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ പരാതി നൽകിയെങ്കിൽ ഓക്കെ, പരാതി ആയിക്കോട്ടെ. PTA ഇതുവരെ ഈ പാരന്റിന്റെ പരാതിയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, ഈ വിഷയം ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധം പിടിച്ച സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടിയെ ആദ്യം കുട്ടി എത്തുന്നു, അപ്പോൾ പേരന്റ് കൂടെ ഇല്ലല്ലോ? ഇല്ല പേരന്റ് അപ്പൊ തന്നെ നമ്മൾ വിളിക്കുകയായിരുന്നു. വിത്തിൻ സെക്കൻഡ് എനിക്ക് തോന്നുന്നു ഗേറ്റിന് പുറത്ത് നിന്നിട്ട് അകത്തോട്ട് കടത്തി വിട്ടതായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സെക്കൻഡിൽ ഈ പറയുന്ന ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം അകത്തോട്ട് കടന്നു വരുന്നത്. ഇദ്ദേഹം മാത്രമാണോ, കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? മറ്റുണ്ടല്ലോ, ഈ പറയുന്ന ഈ കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ്, ഈ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം കടന്നു വന്ന കൂട്ടത്തിൽ. അപ്പോൾ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വിടും, അതിനുശേഷം ഉറപ്പായും അവിടെ തടസ്സമുണ്ടാകും. അപ്പോൾ ബഹളം വെക്കണമെന്നുള്ള തീരുമാനത്തിൽ അവർ പ്ലാൻ ചെയ്ത് സംഘടിതമായി സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി നിന്നിരുന്നു. യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ അവിടെ ഒരു സംഘടിതമായിട്ടുള്ള നീക്കം നടന്നു എന്നാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നതല്ലല്ലോ, നമ്മൾ ലൈവായിട്ട് കണ്ടതല്ലേ. നമ്മൾ കണ്ണിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ശരി, ഇനി മറ്റൊരു കാര്യം, ഇനി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയ സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ എന്താണ് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് നൽകാൻ പോകുന്ന വിശദീകരണം? പ്രത്യേകിച്ചും ഇപ്പോൾ അവർ പരാതി നൽകിയിരിക്കുന്നത് ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന മട്ടിൽ അവിടെ പെരുമാറ്റമുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെ ഉള്ള ഈ പരാതിക്ക് എന്താണ് വിശദീകരണം നൽകാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ്? തീർച്ചയായിട്ടും ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം, ഇല്ലാത്ത ഒരു കാര്യം. കാരണം 4 മാസമായിട്ട് കുട്ടി അവിടെ പഠിക്കുന്നു. 4 മാസത്തിനുള്ളിൽ ഒരിക്കൽ പോലും PTA ഭാഗത്തേക്ക് ഒരു പരാതിയോ ഒരു വിഷയങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പെട്ടെന്നുണ്ടായ പരാതിയെ കുറിച്ച് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. റൈറ്റ്, ശ്രീ ജോഷി കൈതോളപ്പിൽ, ഈ കുട്ടിയുടെ പേരന്റ് ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടാൻ തയ്യാറാണ്? ഞങ്ങളിത് എങ്ങനെയാണ് പുറത്തുവിടുന്നത്? നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒഫീഷ്യലായിട്ട് ഇരിക്കുന്ന ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന സാഹചര്യം വന്നിട്ട് അധികൃതർ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാം. ഇത് അന്വേഷണ സംഘത്തോട് അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായാൽ ഇത്തരം ഈ വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാണോ? പിന്നെന്താ, അത് അവര് നമുക്ക് കൃത്യമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ തരികയാണെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾ അത് കൊടുക്കും. അതിനെന്താ തെറ്റ്? അതിലൊന്നും യാതൊരു ആശങ്കയില്ല. അല്ലാതെ വെറുതെ പബ്ലിക്കിനെ ഈ പറയുന്ന പോലെ ഇവിടെ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ പബ്ലിക്കിൽ അറിയിച്ച് പ്രശസ്തി ഉണ്ടാക്കേണ്ട സാഹചര്യം ഇപ്പോൾ സെൻട്രൽ താസ് പബ്ലിക് സ്കൂളിനില്ല. അപ്പോൾ വിഷ്വൽസ് CCTV ദൃശ്യങ്ങൾ അങ്ങനെ ഒഫീഷ്യലി ചോദ്യം വന്നാൽ കൊടുക്കും? അത്രേ ഉള്ളൂ, കൊടുക്കും. പിന്നെന്താ, നമുക്ക് കൊടുക്കണമല്ലോ. അധികാരപ്പെട്ട ആളുകൾ നമ്മളോട് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാനായിട്ട് ഇവിടെ ഈ ഒരു പബ്ലിക് സ്കൂൾ നടത്തുന്ന ഞങ്ങൾ കൊടുത്തല്ലേ പറ്റൂ, കൊടുക്കും. അതിനകത്ത് തെറ്റ്. ഇനി ഇപ്പോൾ തൊട്ടു മുമ്പ് ഈ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറി ശ്രീ VC സെബാസ്റ്റ്യൻ, ഷവല്ല VC സെബാസ്റ്റ്യന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് അജണ്ട നടപ്പാക്കുന്നു, യൂണിഫോമിന്റെ പേരിൽ ശ്രമിച്ചത് സംഘടിത തീവ്രവാദ ശ്രമമാണ് എന്നുള്ളതൊക്കെ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ ആ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ്? നമ്മുടെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളുമായിട്ട് ചേർന്ന് അവരുടെ ഒരു കോൺഗ്രിഗേഷനാണ് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ്. ക്ലിയർ ആവുന്നുണ്ടോ? സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് എന്ന് പറയുന്ന കോൺവെന്റിന്റെ കീഴിലാണ് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഉള്ളത്. ഈ 40 വർഷമായിട്ട് അവിടെ 45-ലധികം വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സെന്റ് അഗസ്റ്റിൻ കോൺവെന്റിന്റെ ആദര സൂചകമായിട്ട് നമ്മളൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കും ലാൻഡ്മാർക്ക് എന്ന നിലയിൽ അവിടുത്തെ സേവനം മുൻനിർത്തി വാർഡ് കമ്മിറ്റി തീരുമാനിച്ചൊരു റോഡിന് നാമകരണം ചെയ്യണമെന്ന് തീരുമാനമുണ്ടായി. ആർത്തി വെറ്ററിനറി രജിസ്റ്ററിൽ ബൈലൈൻ എന്ന് പകരം തരുന്ന റോഡിന് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് തന്നെ ഒരു തീരുമാനം എടുത്തു, വാർഡ് കമ്മിറ്റി ഉൾപ്പെടെ കൗൺസിൽ ഉൾപ്പെടെ. ആ റോഡ് നാമകരണത്തിന് ശേഷം നമ്മുടെ കൗൺസിലർ PR രചന, CPMന്റെ കൗൺസിലർ PR രചനയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതായത് ഇവിടുത്തെ ചട്ടങ്ങളെല്ലാം പാലിച്ചാണ് റോഡ് നമ്മൾ
കോൺവെന്റിന്റെ പേര് റോഡിന് ഇട്ട് കൊടുത്തത്. ഓക്കെ. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ ഉത്സവ പരിപാടികൾ ആക്രമണങ്ങളൊക്കെ നടത്തി. കന്യാസ്ത്രീക്ക് പരിക്ക് പറ്റിയതാണ് അവിടെ. ശരി, ഒരു നിമിഷം ശ്രീ ജോസ്